എങ്ങനെയുണ്ട് നിങ്ങൾ? സുഖമാണോ? രാത്രി നന്നായിട്ട് ഉറങ്ങിയോ? ഫിലിപ്പിനെ വാതിക്കൽ കാത്തുനിന്ന അവളെ കണ്ടുമുട്ടിയോ? കണ്ടുമുട്ടിയോ? എത്ര നേരത്തെ കണ്ടത്? 4 മണിക്കോ 3 മണിക്കോ? 6 മണി 4:30 1 മണി 3:30. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ആഗ്രഹത്തോടു കൂടി എന്താണ് പറയുന്നത്? ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വചനം, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. വായിച്ചത്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. അവൾ വാതിൽക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പേ തന്നെ പ്രതീക്ഷയിൽ ആയിരിക്കണം ഉറങ്ങേണ്ടത്. പ്രഭാതത്തിൽ ഉണരണം. എന്തിനാ ഉണരണേ? ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് ആ ജ്ഞാനത്തെ കണ്ടുമുട്ടണം. ആ ജ്ഞാനം നമ്മിലേക്ക് ഒഴുകുമ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട്, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിലേക്ക് വരുന്നു. അത് അക്ഷയനിധിയാണ്. അത് ലഭിച്ചവർ ദൈവവുമായി എന്താകുന്നു? ദൈവവുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറുന്നു. ആ ഭാഗം കൂടി വായിച്ചേ. ജ്ഞാനം 7:14. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. ദൈവത്തിന്റെ സൗഹൃദം, അവരുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. എല്ലാവരും ഏറ്റു പറഞ്ഞേ. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. തുടർന്ന് വായിക്കാം. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. വിവേകത്തോടെ സംസാരിക്കാനുള്ള കൃപ കിട്ടിയാൽ പകുതി പ്രശ്നം തീർന്നില്ലേ? ആണല്ലോ. നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന എപ്പോഴാ? പെട്ടെന്ന് നമ്മൾ എടുത്താൽ ഉത്തരം പറയുമോ, അത് സംസാരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ചൊല്ലൂ, അത് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നല്ലോ. ഒരു 10 സെക്കൻഡ് ഡിലേ കൊടുത്താൽ മതി. ഒരു 10 സെക്കൻഡ് ഒന്ന് ചിന്തിക്കണം. ജ്ഞാനമേ, ഒരു വാക്ക് എനിക്ക് തരണേ. നമ്മളെ ആരെങ്കിലും നമ്മളോട് പ്രത്യേകിച്ച് ദേഷ്യത്തിൽ പറയുമ്പോൾ ആ ദേഷ്യം നമ്മിലേക്ക് അല്പം പകരപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഉടനെ അതേ ട്യൂണിൽ അതേ ദേഷ്യത്തിൽ അങ്ങ് തിരിച്ചടിക്കുകയാണ്. അവിടെ ഒരല്പം ഡിലേ, ഒരു 10, 20, 30 സെക്കൻഡ്. ഞാൻ അതുപോലെ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ അതുപോലെയല്ല പറയേണ്ടത്. വിവേകത്തോടെ സംസാരിക്കാനും എന്നെല്ലാവരും പറഞ്ഞ്, വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും നമ്മളോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുമ്പോ അപ്പൊ ഈ വചനം പറയരുത് കേട്ടോ. അതാണ് വിവേകം വേണ്ടത്. അപ്പോ പറയുകയാണെങ്കിൽ
ചിലപ്പോൾ അവിടെ അടി നടക്കും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, ഇങ്ങനൊരു വചനമുണ്ട്, ഇങ്ങനെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, വിവേകത്തോടെ സംസാരിക്കുക. ചിലവർ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദർ എന്തൊന്നും പറയാത്തത്, ബ്രദർ ഇങ്ങനെയൊന്നും പറയാതിരുന്ന എങ്ങനെ കാര്യം നടക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലും പ്രശ്നമായിരുന്നേ. നമ്മൾ പറയുന്നതിന് പകരം കർത്താവേ, നീ അവനിലുണ്ടല്ലോ, നീ അവളിലുണ്ടല്ലോ, എനിക്കെല്ലാം അറിയാമല്ലോ. പലപ്പോഴും വിദ്യാരാധന സെന്ററുകളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. കാരണം പിശാച് എങ്ങനെയെങ്കിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി അവരുടെ പ്രാർത്ഥനയിൽ നിന്ന് അവർ മാറ്റണം. ഇത്രയുള്ള പിശാചിന് ആഗ്രഹം, പ്രാർത്ഥനയിൽ നിന്ന് അവർ മാറ്റണം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ യൂറോപ്പിലുള്ള സ്ഥലങ്ങളിലും അഡറേഷൻ സെന്ററിൽ കംപ്ലൈൻറ്റ് ഇതാണ്, തോമസ് പോള് അവരോടൊന്നും പറയണില്ല. അപ്പോൾ എന്നോട് ഇതിനെക്കുറിച്ച് ചിലവർ അച്ഛന്മാരെന്നെ ചോദിക്കുക, എന്താ അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നീ പറയാറില്ല. ഞാൻ പറഞ്ഞു, ഞാനാരാ, അവിടെ ഇരിക്കുന്നത് ആരാ? നിത്യാരാധന സെന്റർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ആരാ അവിടെ എഴുന്നള്ളിയിരിക്കുന്നത്? രാജാതിരാജനായ ഈശോ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കണം. പിന്നെ ഞാൻ അവിടെ എന്ത് പറയാനാ? അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ആ ഈശോ സർവാധിപനാണെന്നും സർവജ്ഞനായ ഭരണകർത്താവാണെന്നും നല്ല വിശ്വാസം. പക്ഷേ ഈ സർവജ്ഞനായ ഭരണകർത്താവിൻ്റെ ഒരു പ്രത്യേക ഗുണം കരുണാസമ്പന്നനാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കുന്നത്? ഭാവികളെയും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ സ്നേഹിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ആരാധനാ സെന്ററുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും കൂടുതൽ പ്രശ്നക്കാരും. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ കർത്താവിന് അതൊക്കെ വേണം. അവരെയൊക്കെ എൻ്റെ അടുത്തേക്ക് വിട്ടോ. അപ്പോ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു ആശയം എന്താ അവർക്ക് കിട്ടിയത്? അവിടെ ഇരിക്കുന്നത് ഒരാളാണല്ലേ. അവിടെ ഇരിക്കുന്നത് ആരാ? ഒരാളാണ്. നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. അവിടെ ഇരിക്കുന്ന, അവിടെ മോൺസ്ട്രൻസ് ഉണ്ട്, മോൺസ്ട്രൻസിൽ തിരുവോസ്തിയുണ്ട്. പക്ഷെ അങ്ങനെ ആരാധിച്ചുകൊണ്ട് പ്രയോജനമില്ല. അവിടെ ഇരിക്കുന്നത് ആരാ? രാജാതിരാജനാണ്. രാജാതിരാജനായ യേശുവാണ് അവിടെ. എന്ന പോലെ തന്നെ നമ്മളിലും അവരിലും ഈ യേശു എഴുന്നള്ളിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ യേശു വസിക്കുന്നു. മറ്റുള്ളവരിലും യേശു വസിക്കുന്നു. എല്ലാ ജാതി മതസ്ഥരിലും വസിക്കുന്നു. നമ്മുടെ ആദ്യകാലങ്ങളിൽ എഴുതിയൊരു പാട്ടാണ്, എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. അതാണ് ദൈവരാജ്യം, അതാണ് സ്വർഗരാജ്യം. ഇത് ആദ്യം പാടിയപ്പോ പല ചോദ്യം, അതെങ്ങനെയാ മാമോദീസ സ്വീകരിക്കാത്തവരിൽ ക്രിസ്തു ഉണ്ടോ? ഇപ്പൊ ഇയാളിലെ പറഞ്ഞത്, അന്ന് നമ്മൾ ഡിവൈനില് ജാതി എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിക്കാത്തവർക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തിയ 10 ദിവസത്തെ ധ്യാനം. അതിനകത്തുണ്ടായവരുണ്ടല്ലേ, എൻ്റെ ദൈവമേ, അവർക്ക് ഈ പാട്ടൊക്കെ കേട്ടിട്ട് അവരൊക്കെ ആകാശത്തിലേക്ക് പൊങ്ങിപ്പോയി. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. അപ്പൊ എന്തർത്ഥത്തിലാണ് എല്ലാവരിലും ക്രിസ്തു ഉണ്ടെന്ന് പറയുന്നത്? അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. എന്താ? ആദിയിൽ വചനമുണ്ടായി, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായി. ഇനി പറയുന്ന എന്താ? സകലതും അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സകല സൃഷ്ടികളിലും ആ യേശു ഉണ്ടോ?
ഉണ്ട്. അവനെ കൂടാതെ, ഒന്നെല്ലാവരും പറഞ്ഞ് അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. റിഡൻഡോറിസ് മിസ്സിയോ എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നത് എൻ്റെ ആ രഹസ്യം സൃഷ്ടിയിൽ തന്നെ ദൈവം നൽകിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരിലും ദൈവമുണ്ട്. തുടർന്ന് അതിന്റെ 9-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എല്ലാ മനുഷ്യരെയും ഒന്നെല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി ഏറ്റു പറഞ്ഞ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എന്ത് പറയണം? ലോകത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകൂടി എല്ലാവരും പറഞ്ഞ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ഉൾക്കൊണ്ടാലല്ലേ ഇത് മറ്റുള്ളവരിലേക്ക് പടരുകയുള്ളൂ. നമ്മൾ അവൻ വിജാതിയാണ്, അവൻ ക്രിസ്ത്യാനിയല്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ വലിയ ആളാ എന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുമോ? സുവിശേഷം, ഇതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. എല്ലാവർക്കും ദൈവരാജ്യം, എല്ലാവരിലും യേശു വസിക്കുന്നു. പക്ഷെ അവർക്കറിയില്ല. ഞാൻ ആദ്യകാലങ്ങളിലെല്ലാം എന്നെ വളരെയധികം സ്പർശിച്ച ഒരു ആശയം ഇതാണ്: ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ക്രിസ്ത്യൻസ് അലോൺ. ईसा मसीह सिर्फ ईसाइयों का निजी संपत्ति नहीं है. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അത് കേൾക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? യേശു ക്രിസ്തു മരിച്ചപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? പിന്നെ ആർക്ക് വേണ്ടിയാ യേശു മരിച്ചത്? യേശു ക്രിസ്തു ബലിയർപ്പിച്ചത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാ? സകല ജനങ്ങൾക്കും വേണ്ടിയാ. ആ ബലിയിൽ നിന്നും ലഭിച്ച കൃപാവരം നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ അവരുടെ ഒരു പുതിയ സമൂഹമായി. അവർ ആ ആത്മാവിനാൽ പ്രാർത്ഥന എല്ലാം വ്യത്യാസമായി. അവരുടെ ജീവിത രീതി വ്യത്യാസമായി. ആ കൂട്ടരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പറയാൻ തുടങ്ങിയത് അവര് വേറൊരു കൂട്ടരാണ്, നമ്മളെ പോലെ അല്ല, അവർ വേറൊരു കൂട്ടരാണ്. ഏത് കൂട്ടര? അവര് ഒരു പുതിയ എന്തോ ക്രിസ്ത്യാനി എന്ന് വേണമെങ്കിൽ പറയാം. അവര് ക്രിസ്ത്യാനിയാണ്. അത് പെന്തക്കോസ്ത കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതുണ്ടായത്. അപ്പോഴാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത്. അതിനു മുമ്പ് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അന്ത്യോക്യയിൽ വെച്ചാണ് ഈ സുവിശേഷ കാലഘട്ടത്തിൽ, അതായത് മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാന്റെ സുവിശേഷം എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ ആ സുവിശേഷം അത് എഴുതിയത് പിന്നീടാണ്. ആ സുവിശേഷത്തിൽ യേശുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ആ മലമുകളിൽ ഇരുന്ന് പ്രസംഗം കേട്ടവർ ആരെങ്കിലും ക്രിസ്ത്യാനിയായിരുന്നോ? പക്ഷെ ഈശോ പറയാണ്, ബ്ലെസ്സഡ് ആർ യു, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾക്കൊരു ഒറ്റ വാക്കേ അറിയുള്ളൂ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഭാഗ്യം നേരത്തെ. അതാണ് നമ്മളുടെ ചില മലയാളത്തിൽ നമ്മൾ കേട്ട് പരിചയമുള്ള പദത്തിൻ്റെ അർത്ഥവും സുവിശേഷത്തിൽ അതേ പദം വരുമ്പോൾ നമ്മൾ ഉടനെ അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാതെ അതിൻ്റെ എന്താ സുവിശേഷത്തിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പൊ നമ്മള് നാട്ടില് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ
കിഴക്കേലെ തോമസ് ബ്ലേഡ് കമ്പനിക്കാരനാന്ന് പറഞ്ഞു. ഇത്ര വലിയ കഴിവായോ? ഇത് ഏത് ബ്ലേഡിന്റെ കൊളാബറേഷനാണ്? 7 o'clock ബ്ലേഡാണോ? എന്താണ് വിൽക്കിൻസൺസ് വേണം? ഗില്ലറ്റിന് ഏത് ബ്ലേഡ് കമ്പനിയുമായിട്ട് അതിന് കൊളാബറേഷൻ? അപ്പോ കേട്ടിരുന്നവർ പറയുന്നത് അത് അങ്ങനെയല്ല സാറേ, ഇവിടെ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഡിക്ഷണറി എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ വളരെ മൂർച്ചയുള്ള ഒരു ഉപകരണം, ഷേവ് ചെയ്യാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പക്ഷേ ഇവിടെ ഈ നാട്ടുപ്രദേശത്ത് അതിൻ്റെ അർത്ഥം എന്താ നമുക്കറിയാം അല്ലേ? നമുക്കറിയാം. പക്ഷേ ഒരു 100 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ മക്കള് വേറെ രാജ്യത്തിലൊക്കെ പോയി കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്പാപ്പനെ ബ്ലേഡ് കമ്പനി ആയത് ഒരാളെ ആകുമ്പോൾ ഞാൻ അഭിമാനത്തോടെ എൻ്റെ അപ്പാപ്പന് ബ്ലേഡ് കമ്പനി ഇങ്ങനെയാണ് സുവിശേഷത്തിലെ പദങ്ങളുടെ എല്ലാം അർത്ഥം. ആ കാലഘട്ടത്തിലെ ആ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലും പരിശുദ്ധാത്മാവെന്ന് സംസാരിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്